Hi friends, welcome to my channel. എൻ്റെ പേര് ശ്രീലക്ഷ്മി പ്രദീപ്. ഞാൻ ഇന്നലെ ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങളുടെ എല്ലാ ഇഷ്ടപ്പെട്ട പരിപ്പുവടയാണ്. പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പായി തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ മാത്രമേ എൻ്റെ ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് പരിപ്പുവട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. പരിപ്പുവട ഉണ്ടാക്കാൻ വേണ്ടി ഞാനിന്ന് എടുത്തിട്ടുള്ളത് ചനാ ദാലാണ്. കടലപ്പരിപ്പ് എന്ന് പറയും. ഗ്ലാസിൻ്റെ മുക്കാൽ ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. ഇതിനെ കുതിർക്കാൻ വേണ്ടി ഒരു 4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കാം. ഇത് കുതിർത്ത ചനാ ദാലാണ്. ഇനി നമുക്ക് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കാം. ഒത്തിരി അരയണ്ട, ഒന്ന് ചതച്ച് എടുക്കാം. പകുതി അരഞ്ഞും പകുതി അല്ലാതെയും കിടക്കുന്ന രീതി വേണം അരച്ചെടുക്കാൻ. ഞാൻ പരിപ്പെല്ലാം അരച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിന് വേണ്ടത് ഒരു സൈസ് സവോള, ഒരു 3 വറ്റൽമുളക്, 3 പച്ചമുളക്, ഒരു മീഡിയം സൈസ് ഇഞ്ചി. ഇത് ഞാൻ ഒന്ന് ചതച്ചെടുക്കാൻ ചോപ്പ് ചെയ്തെടുക്കാൻ പോവാണ്. സവോള നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തെടുക്കുക. ഇതെല്ലാം കൂടെ ഒരു 2 വറ്റൽമുളക് ഞാനിവിടെ മുറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 3 ഇതൾ കറിവേപ്പില കൂടി ഇടാം. ചതച്ചെടുത്തതെല്ലാം കൂടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ആ ചതച്ച് വെച്ചതെല്ലാം കൂടെ നമ്മുടെ മാവിലേക്ക് ഇട്ടു. ഇനി ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി ഇതിനകത്തേക്ക് ഇടുകയാണ്. ഉപ്പ് ഞാനൊരു 1 ടീസ്പൂൺ ഇടുകയാണ്. നമുക്ക് കൈ കൊണ്ടൊന്ന് യോജിപ്പിക്കാം. ഞാനിവിടെ നെസോയുടെ ഉപ്പാണ് യൂസ് ചെയ്തത്. അതാണ് ഞാൻ 1 സ്പൂൺ ഇട്ടത്. പിന്നെ ഉപ്പ് അതിന് തോന്നിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 സ്പൂൺ ഇട്ടാലും മതി. നിങ്ങളുടെ ഉപ്പ് ഏതാണെന്ന് വെച്ചാൽ ഉപ്പ് നോക്കിയിട്ട് വേണം എല്ലാം ചെയ്യാൻ. ഇത് ഇനി നമുക്കൊന്ന് പരത്തിയെടുക്കാം ഫ്രൈ ചെയ്യാൻ വേണ്ടി. വളരെ കനം കുറച്ചാണ് പരത്തിയേക്കുന്നത്. സെൻറ്റർ ഭാഗം ഒത്തിരി കനം കൂട്ടി വെച്ചിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ അത് വേകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും, പിന്നെ ക്രിസ്പി ആയിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഇങ്ങനെ കനം കുറച്ച് പരത്തിയോണ്ട് നല്ല ക്രിസ്പി ആയിരിക്കും, പെട്ടെന്ന് വെന്തും കിട്ടും. ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാനിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. പരത്തി വെച്ചേക്കുന്ന ഓരോ വടയും ഞാൻ ഇതിലേക്ക് ഇടാൻ പോകണം. ഞാൻ ചട്ടുകത്തിലാണ് വെച്ചിടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണ തെറിക്കാതിരിക്കുന്നതിന് സഹായിക്കും, അല്ലാതെ ഇത് പൊട്ടിപ്പോവാതിരിക്കുന്നതും സഹായിക്കും. അതൊക്കെ ഇങ്ങനെ ഇട്ടാൽ മതി. മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇത് ഉള്ളൊന്നും വെന്ത് കിട്ടത്തില്ല. നമുക്ക് പതുക്കെയാണ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എണ്ണ തെറിക്കാതെ പെട്ടെന്ന് തന്നെ ഇത് ബ്രൗൺ കളറായി വരും. നമ്മൾ ആ സമയം പിന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ഈ വടയുടെ വേവ് 10 മിനിറ്റ്സ് ആണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ച് വേവിക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക്. എന്നാൽ ഇതിൻ്റെ സെൻറ്റർ എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഏകദേശം മുരിഞ്ഞു വന്നിട്ടുണ്ട്. തിരിച്ചിട്ട് കൊടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെ പരിപ്പുവട റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും